ആക്ച്വലി ഇത് ഇടിഞ്ഞു വീണത് മണ്ണിൻ്റെ സെറ്റിൽമെൻ്റ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ പിന്നിലൊരു വേറൊരു കാരണമാണ് ഞാൻ കാണുന്നത്. ഇത് തുടങ്ങിയത് സ്റ്റാൻഡേർഡ് വിഡ്ത്തുണ്ട് ഈ നാഷണൽ ഹൈവേക്ക് 65 മീറ്റർ പറ്റാൻ തോന്നുന്നു, 60-65. അപ്പോൾ അത് നമ്മൾ 45 മീറ്ററിലേക്ക് ചുരുക്കി ഇവിടെ. അങ്ങനെ 45 മീറ്ററിലേക്ക് ചുരുങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഈ പ്രോപ്പർ നമുക്കൊരു ഫൗണ്ടേഷൻ കൊടുക്കാനുള്ള സ്പേസോ ഡ്രെയിനേജ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ നമുക്ക് ലിമിറ്റഡ് ആയി പോകും. ഇപ്പോൾ സെൻറ്ററിൽ ഡിവൈഡർ ഇല്ല, സെൻട്രലാകെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബാരിയർ മാത്രമേ നമുക്കുള്ളൂ. അതൊക്കെ ഇനിയും വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. ഹൈവേ ഓപ്പൺ ചെയ്താലേ, കാരണം നമുക്ക് നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ് നമ്മുടെ മുഖത്തടിക്കും. ഇപ്പം തന്നെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഹെവി ട്രാഫിക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഡേഞ്ചറസ് ആണ്. ഇനി ലാമ്പ് പോസ്റ്റുകളൊക്കെ ഈ കർബ് പൊട്ടിച്ചിട്ട്, ആകെ ഒരു 8 ഇഞ്ച് കണ്ടേ ഉള്ള കർബ്, അത് പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ പില്ലർ പുറത്തേക്ക് വരുന്നവരെയാണ് ഈ ലാമ്പ് പോസ്റ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് സർവീസ് റോഡിൽ നിന്ന് കയറി വരുന്ന ഒരു ഡ്രൈവിംഗ് പാത്ത് വേണം നമുക്ക് ഈ സ്പീഡിലേക്ക് എത്താനായിട്ട്. ഹൈവേയിൽ നമ്മൾ 80-100 സ്പീഡിൽ പോകണമെങ്കിൽ സർവീസ് റോഡിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 20 മീറ്ററൊക്കെ ഉള്ളൂ സ്പേസ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇത്രയും സാന്ദ്രത കൂടിയ സ്റ്റേറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ 65 പോരാ, ഒരു 100 മീറ്ററെങ്കിലും നമ്മൾ റിസർവ് ചെയ്ത് വെക്കണമായിരുന്നു ഫ്യൂച്ചർ എക്സ്പാൻഷന്. ഇതിപ്പോൾ ഉള്ളത് നമ്മൾ ചുരുക്കി 45 മീറ്റർ ആക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ അത് കൂടി വരാനേ ചാൻസ് ഉള്ളൂ.